ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡി കെ തീർത്ഥാലയ ദേവാലയമാണ്. അപ്പം അവിടെ ഞാനാണെങ്കിൽ പോകുമ്പം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അതുകൊണ്ട് ഞാനവിടെ പോകുന്നുണ്ട്. നമ്മൾ വീഡിയോസ് എടുക്കുകയും ചെയ്യണം. അതും കൂടാതെ കുറച്ച് വ്ളോഗ്സും ഇടണം. പിന്നെ അവിടുത്തെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഞാൻ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞു നിർത്തിയത്. പിന്നെ അപ്പം അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഈ വയസ്സായ വല്യമ്മ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരു മാതാവിൻ്റെ ഒരു രൂപം വന്നു. അതാണ് നമ്മുടെ മുത്തിയമ്മ. എന്ത് പറ്റിയാലും നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമുക്ക് എന്ത് പറ്റിയാലും നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നമ്മൾ നല്ല കൊച്ചാകും, നല്ലവരാകും, നല്ല വിശുദ്ധരുള്ളവരാകും. പിന്നെ ഗൈസ് ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ഒരു കുരിശ്, ഒരു കല്ലും കൊണ്ട് നല്ല വെയിറ്റ്, അതിന് നല്ല വെയിറ്റാണ്. അപ്പം അത് എണ്ണ ഒഴിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം അവിടെ ഈ കുരിശ് വെക്കണം. കുരിശ് വെക്കാൻ ഇങ്ങനെ കുറേ പേര്, ഇങ്ങനെ വെളിയിൽ നിന്നൊക്കെ കുറേ പേര് വന്ന ആനി ഇങ്ങനെ വലിച്ചിട്ട് ഇതൊന്നും പൊങ്ങുന്നൊന്നുമില്ല. അപ്പം ലാസ്റ്റ് ഒരു വയസ്സായ വല്യമ്മ വന്നു. വല്യമ്മ വന്നിട്ട് ഇത് ഞാനും കൂടെ കൂടട്ടെ മക്കളെ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു വേണ്ട അമ്മച്ചി മാറി നിൽക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പം അമ്മച്ചീനെ വിളിച്ച് അവരാണെങ്കിൽ അത് പൊക്കിയപ്പം അത് താനെ പൊങ്ങി അവിടെ കുരിശായി. അങ്ങനെ ഒറ്റക്കൽ കുരിശ് എന്നാണ് ഇപ്പം അതിൽ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ പള്ളിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നാളെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോകുമ്പം ഞാൻ ചെറിയ വ്ളോഗായിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വ്ളോഗ്സ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വ്ളോഗ്സും അതും കാര്യമല്ലാതെ നമ്മൾ ഈ മറ്റേ എന്നാ ഇപ്പം പറയുക, നമ്മൾ പള്ളിയിലോട്ട് കയറണം. എൻ്റെ പൊന്നെ, നമ്മളവിടെ അറിയാത്ത ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. അവിടെ അറിയാത്ത ഒത്തിരി സാധനങ്ങൾ. നിങ്ങളെല്ലാവരും കുറവില്ലെങ്കിൽ പള്ളി വരണ്ടേ. അയ്യോ വെളിയിൽ നിന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ സൺഡേ സ്കൂളിൽ നിന്നല്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ട് സൈഡിലൊക്കെ കുറേ കസാര, ഈ അപ്പുറത്തും ഇപ്പുറത്തും ബോയ്സും ഗേൾസും ആയിട്ടാണ്. അപ്പം അപ്പുറത്ത് കുറച്ച് 2 വീതം വെച്ച് കസാര, ഇപ്പുറത്തും 2 വീതം വെച്ച്. അപ്പം ഞാൻ ഇത് എന്താണെന്ന് എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു അറിയത്തില്ലെന്ന് പറഞ്ഞു. ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചറാണ് പറഞ്ഞത് വെളിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ വെളിയിൽ നിന്ന് ആൾക്കാർ വന്നു. ഞങ്ങൾ അവരുടെ കൂടെ സംസാരിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എടുത്തു. പിന്നെ ഞങ്ങളുടെ എൻ്റെ സ്കൂളിൻ്റെ പേര് സെൻറ് മേരീസ് ഗേൾസ് HSS സ്കൂൾ കുറവിലങ്ങാടാണ്. അപ്പം ഞാൻ കുറവിലങ്ങാട്ടിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ UP ഉണ്ട്, ബോയ്സ് സ്കൂളും ഉണ്ട്, ദേവമാതയുണ്ട്, കുറേ സ്കൂളുണ്ട് ഞങ്ങളുടെ ഇവിടെ. പിന്നെ നമ്മുടെ ചാവറച്ചൻ പറഞ്ഞായിരുന്നു പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന്. അങ്ങനെയാണ് നമുക്ക് ഈ പള്ളിയുടെ ഒപ്പം പള്ളിക്കൂടം അങ്ങനെ വന്നത്. പിന്നെ ആണെങ്കിൽ പള്ളിക്കൂടം. അപ്പം എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മറ്റേ അസംബ്ലി ഉണ്ടായിരുന്നു. അസംബ്ലിക്ക് ഒന്ന് കുറേ ആൾക്കാർ വെളിയിൽ വന്ന് നിൽക്കും. ഞാൻ ഓർത്തത് എന്നായിരിക്കും. ഞാൻ എത്തി വലിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഇഷ്ടം പടി നല്ല വെളുത്തിരിക്കുന്ന ആൾക്കാർ. ആരാന്ന് ചോദിച്ചപ്പം അവർ വെളിയിൽ നിന്ന് വന്നവരാന്ന്. ഇവിടെയും വെളിയിൽ നിന്ന്, എല്ലായിടത്തുനിന്നും വെളിയിൽ നിന്ന് വന്നവരാണ്. പിന്നെ എൻ്റെ HM റിട്ടയർ ആകുവാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇപ്പം കുറച്ച് പേര് റിട്ടയർ ആയിട്ടുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചികളും ഒക്കെ പോകുവാണ്. ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ പിള്ളേരൊക്കെ വരുവാണ്. അറിയത്തില്ല ഗൈസ്. പിന്നെ ചേച്ചിയാണെങ്കിൽ ചേച്ചി സ്വിമ്മിങ്ങിന് പോയി. ചേച്ചി 6 തൊട്ട് ചേച്ചി സ്വിമ്മിങ്ങിന് കയറിയതാണ്. 7, 8 ഇപ്പം 8ലാണ്. അപ്പം ചേച്ചി സ്റ്റേറ്റിൽ പോയിട്ട് സെക്കൻഡ് ഉണ്ട് എൻ്റെ ചേച്ചിക്ക്. അപ്പം എനിക്കതിന് വല്ല അഭിമാനമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ചേട്ടന് ഫുട്ബോൾ എന്ന് വെച്ചാൽ ചേട്ടൻ എൻ്റെ ഇഷ്ടമെന്ന് അറിയോ. ചേട്ടൻ ഇങ്ങനെ ഫുട്ബോളിന്. പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ കളിയോടൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ വൈകുന്നേരമൊക്കെ വരാൻ എന്തോ മടി പോലെ. അപ്പം അമ്മ പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് സോഫ്റ്റ് ബോളിനുണ്ട് മത്സരത്തിനും പോയി. ഞാൻ സെലക്ഷനൊക്കെ കിട്ടി.
ഞങ്ങളെ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ ഇച്ചിരി വൈകിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ഞങ്ങൾക്ക് രാമപുരത്ത് പോയി. പിന്നെ സെബസ്റ്റ്യാൻസ് പുണ്യാളൻ്റെ ഞങ്ങളാണെങ്കിലേ ഗൈസ് ഒരു ദിവസം ഞാനത് പറയണമെന്നിരിക്കുമായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം അർത്തങ്കയ്ക്ക് പോയേ. ഞങ്ങളുടെ ഫാമിലി ടൂറായിരുന്നു. അർത്തങ്കയിൽ ഞങ്ങൾ പോയി. ഫാമിലി ടൂറിന് ഞങ്ങൾ അർത്തങ്കയിൽ പോയപ്പം എൻ്റെ ചേച്ചിക്ക് വണ്ടിയിൽ വെളിയിൽ അങ്ങോട്ടൊക്കെ പോകുമ്പം എൻ്റെ ചേച്ചിക്ക് ഇഷ്ടമില്ല ഗൈസ് ഇങ്ങനെ വെളിയിലോട്ടൊക്കെ പോകുന്നതും. അതും പോരാതെ ഭയങ്കര ഛർദിയാണ് ചേച്ചി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ കടലിൽ പോയപ്പോൾ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഗൈസ് എവിടെയാണെന്ന് പോലും അറിയാതെ ഓടിച്ചെന്ന് കടലിൽ പോയിട്ട് അവിടെ ഇരുന്ന് കളിയോട് കളി. എവിടെ പോയെന്ന് അറിയത്തില്ല, ഛർദിയൊക്കെ. ഉയ്യോ, അവിടെ കിടന്ന് ഞങ്ങൾ ചിരിച്ചിരി ഒരു വഴിയായി ഗൈസ്. അപ്പം അങ്ങനെ. പിന്നെ ചേട്ടൻ അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ ചുമ്മാ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ചേട്ടൻ അപ്പം അവിടെ ആണെങ്കിൽ അമ്മയുണ്ട്. അമ്മയും ആൻറ്റിയൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ കടലിൽ പോയി. എന്നെ ആണെങ്കിൽ കടലമ്മ അങ്ങോട്ട് കൊണ്ടുപോയി എൻ്റെ മുടുക്കുത്തിന് പിടിച്ച് വലിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അയ്യോ ഗൈസ്, അങ്ങനെയായിരുന്നു ആദ്യം ഞാൻ പോയപ്പം. അങ്ങനെ പിന്നെ എൻ്റെ ആൻറ്റീനെ കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ ആൻറ്റീന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ് ഗൈസ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ എന്തും എനിക്ക് ചോദിച്ചത്. ഗൈസ്, എൻ്റെ ആൻറ്റി ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ